ടാറ്റയെ വീണ്ടും സ്വാഗതം ചെയ്ത് BJP. ടാറ്റ ഗ്രൂപ്പ് ഹൂഗ്ലി ടൗൺഷിപ്പിലേക്ക് മടങ്ങി വരണമെന്ന് ബംഗാൾ BJP പ്രസിഡന്റ് സമീക് ഭട്ടാചാര്യ. രാഷ്ട്രീയ വ്യാവസായിക പാരമ്പര്യം പുനഃസൃഷ്ടിക്കണമെന്നും ആവശ്യം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ അപ്ഡേറ്റുമായി ചേരുന്നു. ബൽറാം, വിശദാംശങ്ങൾ. സിംഗൂരിലേക്ക്, പശ്ചിമ ബംഗാളിലെ സിംഗൂരിലേക്ക് ടാറ്റ ഗ്രൂപ്പ് വീണ്ടും മടങ്ങി വരണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് BJPയുടെ ബംഗാൾ അധ്യക്ഷനായിട്ടുള്ള സമീക് ഭട്ടാചാര്യ. അതിലൂടെ ബംഗാളിൻ്റെ വ്യാവസായിക ഉന്നതി അതിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമം ടാറ്റ ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും രാഷ്ട്രീയ വ്യാവസായിക പാരമ്പര്യം ബംഗാളിൻ്റെ പുനഃസൃഷ്ടിക്കണം എന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനം വീണ്ടും ഒരു വ്യവസായത്തിനായി തുറന്നിരിക്കുകയാണ് പുതിയ ഭരണമാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ പശ്ചിമ ബംഗാളിനെ വ്യാവസായിക മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു നീക്കം അന്നത്തെ ഇടത് സർക്കാരിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമായാണ് പിന്നീട് വലിയ ജനരോക്ഷം പൊട്ടിപ്പുറപ്പെടുകയും നന്ദിഗ്രാമിലും സിംഗൂരിലും ജനകീയ പ്രതിഷേധങ്ങൾ ഉടലെടുക്കുകയും അത് സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്തത്. തുടർന്ന് 2008 ഒക്ടോബറിലാണ് ടാറ്റ ഗ്രൂപ്പ് ഈ പദ്ധതി ഉപേക്ഷിക്കുന്നതായി പ്രഖ്യാപിച്ചത്. 997 ഏക്കർ ഭൂമി ഈ ടാറ്റയുടെ നാനോ കാറിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു. പദ്ധതി നിർമ്മാണം പ്രാരംഭഘട്ടത്തിലായിരുന്ന പദ്ധതിയാണ് ഉപേക്ഷിച്ച് മടങ്ങിയത്. ആ ഘട്ടത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന മമതാ ബാനർജിയോടുള്ള നീരസവും രത്തൻ ടാറ്റ പ്രകടമാക്കിയിരുന്നു. എന്തായാലും അതിനുശേഷം ബംഗാളിൽ പുതിയ പദ്ധതികൾ ടാറ്റ ഏറ്റെടുത്തിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ പുതിയ ഭരണമാറ്റമുണ്ടായി BJP അധികാരത്തിലെത്തിയ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ടാറ്റ ഗ്രൂപ്പിനെ ബംഗാളിലേക്ക് വ്യവസായത്തിനായി ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൽ ടാറ്റ ഗ്രൂപ്പിന്റെ പ്രതികരണം അത് നിർണായകമാകും. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.